കഴിഞ്ഞ 2-3 വീഡിയോസായിട്ട് സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയൊക്കെ സമരത്തിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്താണ് നിരന്തരമായി ഇതുപോലെയുള്ള സമരങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കറിയാം എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിൽ നിരവധി തൊഴിലാളികളാണ്, ചെറുപ്പക്കാരാണ് ഈ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്നത്. ഈ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക്, ഈ ചെറുപ്പക്കാർക്ക് യാതൊരുവിധ സംരക്ഷണവും ഒരു പരിരക്ഷയും ലഭിക്കാത്തത് കൊണ്ടൊന്നും മാത്രമല്ലേ ഇവർ പലപ്പോഴും റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ സൊമാറ്റോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ടീം ലീഡർ വിളിച്ച് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് എന്നോട് പറഞ്ഞു. അവസാനം അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും അപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ വിളിച്ച് ഞാൻ അതോടെ അവന്മാരുടെ ID ബ്ലോക്കാക്കി. എനിക്ക് ഇതിൽ കൂടുതൽ യാതൊരു സന്തോഷവും ഉണ്ടാകാനില്ല. ഇപ്പോൾ മറ്റു പണികൾക്ക് പോയി ദിവസവും നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. ഓഫറുകൾ ഉള്ളപ്പോൾ മാത്രം സ്വിഗ്ഗിയിൽ പാർട്ട് ടൈമായി ഓടുന്നുണ്ട്, അത്രയോ ആകാവൂ. ഇതിനെ ഒരു തൊഴിലായി സ്വീകരിക്കരുത്. അടുത്തത് ജിതിൻ സെബാസ്റ്റ്യൻ. 6 വർഷം സ്വിഗ്ഗിയിൽ ഓടി, ഒരു ഗുണവുമില്ല. എൻ്റെ കാലൊന്ന് സൈഡായി, ഭാഗ്യം കൊണ്ട് കാൽ നഷ്ടപ്പെട്ടില്ല. എൻ്റെ 3 ബൈക്ക് നഷ്ടപ്പെട്ടു. ആരും സ്വിഗ്ഗിയിൽ ഓടരുത്. 1 മാസം ഓടി, ഒരാഴ്ച മുമ്പ് ഒരു ഇന്നോവക്കാരൻ വന്ന് ഇടിച്ചിട്ടു. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ജീവൻ നിലനിർത്തി. അടുത്തത് അബ്ദുൽ സലീം. വണ്ടിക്ക് പണി വരുന്നതും തേയ്മാനം വരുന്നതും പലരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടാതെ മറ്റു ജോലികൾ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ. ഒരുപാട് കമൻറ്റുകളുണ്ട്, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യത്തിൽ എന്നിട്ടും ഇത്രയേറെ സമരങ്ങളും ഇത്രയേറെ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഭരണ പാർട്ടികൾ ഇപ്പോൾ INTUCയും AITUCയും CITU ഒക്കെ എല്ലാ പാർട്ടികളും ചേർന്ന് തിരുവനന്തപുരത്ത് സമരം നടത്തിയതിൽ ഒരാൾ കൂടിയാണ് ഞാൻ. എനിക്കും മനസ്സിലായി ഇതിനെതിരെ എന്തൊക്കെ പ്രതിഷേധങ്ങളോ എന്തൊക്കെ നടത്തിയാലും കമ്പനികൾ വിജയിക്കുന്നതല്ലാതെ നമ്മൾ വീണ്ടും പരാജയപ്പെടുക തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം? ആരാണ് ഇതിൻ്റെ കാരണം? ഈ വർഷങ്ങളായിട്ട് കമ്പനികൾ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതല്ലാതെ വർഷാവർഷം ജീവിത ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇത് തൊഴിലാളികൾ എന്തിനു വേണ്ടിയാണ് എപ്പോഴും സമരത്തിന് ഇറങ്ങുന്നത്? തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോഴാണ് അവർ സമരത്തിന് നിർബന്ധിതമായി ഇറങ്ങിപ്പോകുന്നത്. അവരുടെ ഗതികേട്. ഒരിക്കലും ഈ ഒരു തൊഴിലാളിയും സമരത്തിന് നിർബന്ധിതനാവുകയാണ് ഓരോ തവണയും. മാക്സിമം ഇനിയെങ്കിലും എൻ്റെ പൊന്നു സർക്കാരുകളെ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ എത്ര മഴയാണെങ്കിലും എത്ര വെയിലാണെങ്കിലും ഈ ഡെലിവറി പോയി അവൻ്റെ വീട്ടിൽ പോകാറുണ്ടോ? അവന് 20 രൂപ സർജ് കിട്ടുമ്പോൾ അവൻ അത് മോഹിച്ച് കൊടുക്കും. ഞാൻ ഓടിയ ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഞാൻ ഓണം ആഘോഷിക്കാറില്ലായിരുന്നു, ദീപാവലി ആഘോഷിക്കാറില്ല, ക്രിസ്മസ് ആഘോഷിക്കാറില്ല. അന്നെന്താ 20 രൂപ 30 രൂപ സർജ് കണ്ടിട്ട് റോഡിലിറങ്ങി ഓടി. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിൽ ഇനി എന്നാണ് ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. എന്തായാലും സമരങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാകും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം 5-6 സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. സർക്കാർ ഇടപെടാതെ ശിവൻകുട്ടി പറഞ്ഞു, മന്ത്രി ശിവൻകുട്ടിയെ പറഞ്ഞതനുസരിച്ചാണെന്ന് സമരം നിർത്തിയത്. അതിനുശേഷം പിന്നീട് യാതൊരുവിധ കാര്യങ്ങളും പുറത്തോട്ട് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് കാര്യമാണ്. എന്തായാലും സമരങ്ങളൊക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ തൊഴിൽ മേഖലയിൽ സ്വിഗ്ഗിയിലാണെങ്കിലും സൊമാറ്റോയിലാണെങ്കിലും ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കൂടപ്പറപ്പുകൾക്ക് തുല്യമായ ഒരു വേതനം കിട്ടട്ടെ എന്ന് മാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനിയും നിങ്ങളെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് യാതൊരുവിധ അപകടം കൂടാതെ സുരക്ഷിതമായി എല്ലാവരും വാഹനം ഓടിച്ച് ജോലി ചെയ്ത് പോകാനും സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തിയും ആരോഗ്യം തരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നന്ദി.